100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കർണാടക അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് നിർത്തി. നാളെ പുലർച്ചെ തെരച്ചിൽ പുനരാരംഭിക്കും. ദൗത്യത്തിന് വെല്ലുവിളിയായി കനത്ത മഴ. GPS വിവരങ്ങളിൽ നിന്ന് ലോറി അകപ്പെട്ട സ്ഥലം കണ്ടെത്തി. വാഹനം പുഴയിലേക്ക് എത്തിയിട്ടില്ല എന്ന് സ്ഥിരീകരണം. തത്സമയ വിവരങ്ങളുമായി 24 വാർത്താ സംഘം അങ്കോലയിൽ. അങ്കോലയിൽ നിന്ന് ആശ്വാസ വാർത്ത പ്രതീക്ഷിച്ച് നാട്. അർജുന്റെ മൊബൈൽ ഫോൺ ഇന്നും റിംഗ് ചെയ്തെന്ന് ഭാര്യ കൃഷ്ണപ്രിയ. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന്റെ കത്ത്. അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച് കോഴിക്കോട് ജില്ലാ കളക്ടർ. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വ്യാപക പ്രതിസന്ധി. 100 കണക്കിന് വിമാന സർവീസുകൾ മുടങ്ങി. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സേവനം നിലച്ചു. ആഗോളതലത്തിൽ പല ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നിശ്ചലമായി. മൈക്രോസോഫ്റ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഓൺലൈൻ ബുക്കിംഗ് നിർത്തി വിമാന കമ്പനികൾ. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. എയർപോർട്ടുകളിൽ മാനുവൽ ചെക്ക് ഇൻ, ബോർഡിംഗ് പ്രക്രിയകൾ ഉണ്ടാകും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷായിളവിന് ശുപാർശ നൽകിയ കത്ത് ചോർന്നതിൽ അന്വേഷണം. ജയിൽ വകുപ്പിനെയും പോലീസിനെയും അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി ഉത്തരവ്. മാധ്യമങ്ങൾക്ക് കത്ത് കിട്ടിയതെങ്ങനെയെന്ന് പരിശോധിക്കും. കനത്ത മഴ ശമിച്ചെങ്കിലും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചിറയൻകീഴിൽ കനാലിൽ വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ അയ്യൻകുന്നിൽ മണ്ണിടിച്ചിൽ. വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി. വനിതാ ഏഷ്യാകപ്പിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്തു. 109 റൺസ് വിജയലക്ഷ്യം മറികടന്നത് 14.1 ഓവറിൽ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 18-കാരിക്കെതിരെ അതിക്രമമെന്ന് പരാതി. ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ആശുപത്രി ജീവനക്കാരൻ. പ്രതി മഹേന്ദ്രൻ ഒളിവിലെന്ന് പോലീസ്. ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് ആശുപത്രി അധികൃതർ. കണ്ണൂരിൽ 3 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. സംസ്ഥാനത്ത് പകർച്ചപ്പനി. എറണാകുളത്ത് H1N1 ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധം ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ വ്യാപനമുണ്ടായത് വെള്ളത്തിൽ നിന്നെന്ന് കണ്ടെത്തൽ. മനുഷ്യവിസർജ്യത്തിൽ നിന്നും രോഗം പടർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഹോട്ടലുകളിലെ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് പരിശോധന കർശനമാക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായാണ് പ്രത്യേക പരിശോധന. തെറ്റുതിരുത്തൽ രേഖയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. രേഖയിൽ 2 വർഷത്തേക്കുള്ള സർക്കാരിന്റെ ഭാവി പദ്ധതികൾ. നഷ്ടപ്പെട്ട അടിസ്ഥാന വോട്ട് തിരിച്ചുപിടിക്കാനുള്ള ഇടപെടലുകൾ ശക്തമാക്കും. കരട് തിരുത്തൽ രേഖ ഞായറാഴ്ച സംസ്ഥാന കമ്മിറ്റിയിൽ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി വിധി അംഗീകരിക്കാനാവില്ല എന്ന് മരിച്ച പെൺകുട്ടിയുടെ അമ്മ. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വധശിക്ഷ നടപ്പാക്കണമെന്നും അമ്മ. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത നടപടി അസാധാരണ നടപടിക്രമമെന്ന് മന്ത്രി P. രാജീവ്. പരമാവധി ശിക്ഷ നൽകണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. സുപ്രീം കോടതിയിലും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി P. രാജീവ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കായി വഴിവിട്ട നീക്കങ്ങളുമായി MG സർവകലാശാല. ഡിജിറ്റലൈസേഷൻ, പഞ്ചിംഗ് ജോലികൾക്കുള്ള ടെൻഡർ ഒഴിവാക്കി നൽകിയെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. അടുത്തയാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ 6 പുതിയ ബില്ലുകൾ അവതരിപ്പിക്കും. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ല് അടക്കമുള്ള ബില്ലുകളാണ് അവതരിപ്പിക്കുക. ജമ്മുകശ്മീരിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ആയുധങ്ങളും പാകിസ്ഥാൻ തിരിച്ചറിയൽ രേഖയും കണ്ടെടുത്തു. കേരൻ സെക്ടറിലുണ്ടായ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം 2 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ജമ്മുകശ്മീരിലെ ഡോഡയിലും കുപ്വാരയിലും തെരച്ചിൽ ശക്തമാക്കി സൈന്യം. ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ കശ്മീർ ടൈഗേഴ്സ് ഭീകര സംഘടനയെന്ന് കണ്ടെത്തൽ. അഫ്ഗാൻ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ജമ്മുവിലെത്തുന്നതായി റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഉപരോധ സമരവുമായി UDF. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി N. ജോയ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സമരം. മന്ത്രിമാരുടെ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഇരയാണ് ജോയി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച ശുചീകരണ തൊഴിലാളി N. ജോയിയുടെ കുടുംബത്തിന് 30 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് ഡോക്ടർ ശശി തരൂർ MP. ആമയിഴഞ്ചാൻ തോട് നന്നാക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണെന്നും ശശി തരൂർ.
ഗവർണർക്ക് കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി. 3 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. കോടതി ഉത്തരവോടെ 4 സർവകലാശാലകളിലെ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ചാൻസലറുടെ നീക്കം പ്രതിസന്ധിയിൽ. BJP സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് K. സുഭാഷിനെ തിരികെ വിളിച്ച RSS. ഉത്തര കേരളത്തിന്റെ ചുമതലയുള്ള സഹസമ്പർക്ക് പ്രമുഖായി പുതിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. നിർണായക തീരുമാനം എറണാകുളത്ത് ചേർന്ന RSS ഉന്നതതല യോഗത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ചാണ്ടി ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യം കാണിച്ച് ഒരുപാട് ഇടപെടലുകൾ നടത്തിയെന്ന് ചാണ്ടി ഉമ്മൻ. യോജിപ്പും വിയോജിപ്പും തുറന്നു പറഞ്ഞവരായിരുന്നു തങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായി തന്നെ തീരുമാനിച്ചപ്പോൾ താൻ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി. വീണ്ടും വനംവകുപ്പിനെ വെല്ലുവിളിച്ച് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പന്നിയെ വെടിവെച്ചു കൊല്ലുമെന്നും കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിക്കുമെന്നും പരാമർശം. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടും. കലഞ്ഞൂർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് പരാമർശം. പത്തനംതിട്ട തിരുവല്ല KC ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലെ മാലിന്യ കൂമ്പാരം ഗുരുതര പ്രശ്നമെന്ന് മന്ത്രി MB രാജേഷ്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ V. സാംബശിവറാവുവിനോട് അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡികർക്കായി സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി ഡോക്ടർ ശശി തരൂർ MP. പ്രാദേശികവാദം ഭരണഘടനാ വിരുദ്ധമാണെന്നും ശശി തരൂർ. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ സുപ്രീം കോടതി അറ്റോർണി ജനറലിന്റെ സഹായം തേടി. ആർട്ടിക്കിൾ 361 പ്രകാരം ഗവർണർക്കുള്ള പരിരക്ഷ ചോദ്യം ചെയ്താണ് ഹർജി. രാജ്ഭവനിലെ വനിതാ ജീവനക്കാരിയാണ് ഹർജി നൽകിയത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ പ്രതി ജീപ്പിൽ നിന്നും ചാടിപ്പോയ സംഭവത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ ASI അടക്കമുള്ളവർക്കെതിരെയാണ് നടപടി. സിവിൽ സർവീസ് നേടാൻ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ IAS ട്രെയിനി പൂജ ഖേദ്കർക്കെതിരെ കടുത്ത നടപടി. IAS റദ്ദാക്കുന്നതിന് മുന്നോടിയായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ UPSC. ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം. സംസ്ഥാനത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ 4 ആഴ്ചയ്ക്കുള്ളിൽ ഹെൽത്ത് കാർഡ് എടുത്തില്ലെങ്കിൽ കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ നടത്തിയത് 7584 പരിശോധനകളാണെന്നും മന്ത്രി വ്യക്തമാക്കി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. IBIS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്യാമ്പസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കളമശ്ശേരിയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ക്യാമ്പസ് തുറന്നത്. നിലവിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് IBISൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലും വിദേശത്തും മികച്ച കരിയർ നേടിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ കാഴ്ചാപരിമിതരായ 15 ചെസ് താരങ്ങൾ കാഴ്ചശേഷിയുള്ള 15 ചെസ് താരങ്ങളുമായി ക്ലാസിക്കൽ ചെസ് പോരാട്ടത്തിൽ ഏർപ്പെടും. ചെസ് തൃശൂരും സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും കേരള ചെസ് ഫോർ ദ ബ്ലൈൻഡുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. തൃശൂർ പാലസ് റോഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിൽ വെച്ചാണ് മത്സരം നടക്കുക. കാഴ്ചാപരിമിതരായ ചെസ് താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കണ്ണൂർ ഇരിക്കൂറിൽ സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു. ഇരിട്ടി തളിപ്പറമ്പ് റോഡിലാണ് മണ്ണിടിഞ്ഞത്. സെൽഫി എടുക്കുന്നതിനിടെ കുളത്തിലേക്ക് വീണ ഐഫോൺ മുങ്ങിയെടുത്ത് അഗ്നിരക്ഷാസേന. പട്ടിമറ്റം യൂണിറ്റിലെ NH അസൈനാർ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ KK ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂബ ടീം അംഗങ്ങളായ M അനിൽകുമാർ, KN ബിജു, S സൽമാൻ ഖാൻ, ജിത്തു തോമസ് എന്നിവരാണ് ഐഫോൺ മുങ്ങിയെടുത്തത്. കൊല്ലം ചടയമംഗലത്ത് ജ്വല്ലറിയിൽ ജീവനക്കാരുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മോഷണശ്രമം. മോഷണശ്രമത്തിന് ശേഷം യുവാവും യുവതിയും സ്കൂട്ടിയിൽ രക്ഷപ്പെട്ടു. കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയോരത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. മരുതോങ്കര പഞ്ചായത്തിലെ മുറിച്ചോൽ മണ്ണിൽ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് റോഡ് വിണ്ടുകീറി. അഗസ്ത്യമൊഴി പാലത്തിന് സമീപത്താണ് റോഡ് വിണ്ടുകീറിയത്. ഇടുക്കി പട്ടുമലയിൽ തേയില ഫാക്ടറിയിലെ യന്ത്രത്തിൽ തലകുടുങ്ങി തൊഴിലാളി മരിച്ചു. പട്ടുമല സ്വദേശി രാജേഷാണ് മരിച്ചത്. അപകടം യന്ത്രം വൃത്തിയാക്കുന്നതിനിടെ. ഇടുക്കി നെടുങ്കണ്ടത്ത് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ഇടത്തറമുക്ക് സ്വദേശി ഇസ്മായിലിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഒരാൾക്ക് പരിക്കേറ്റു. ഈ വർഷത്തെ നൂർനാട് ഖനീഫ് സ്മാരക പുരസ്കാരം MP ലിബിൻ രാജിന്റെ മാർഗരീറ്റ എന്ന നോവലിന് 25,025 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ഓഗസ്റ്റ് 9 കൊല്ലത്ത് നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരം സമ്മാനിക്കും. മലപ്പുറം ഒഴൂരിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. പിടിയിലായത് തിരൂർ സ്വദേശികളായ MT നൌഷാദ്, കുഞ്ഞോട്ട് വിജിലാൽ, മുഹമ്മദ് സഹൽ എന്നിവർ. പാലക്കാട് തൃത്താലയിൽ കളഞ്ഞുകിട്ടിയ 1.5 പവൻ സ്വർണ്ണാഭരണം ഉടമയിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികളായ സഹോദരങ്ങൾ. കുളമുക്ക് സ്വദേശികളായ ശ്രീനന്ദ, അഭിഷേക് എന്നിവരാണ് സ്വർണം തിരികെ നൽകി മാതൃകയായത്. കനത്ത മഴയിൽ പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് വീട് തകർന്നു. തോടുകാട് ചാലുംപുള്ളി സന്തോഷിന്റെ വീടാണ് തകർന്നത്. പത്തനംതിട്ട കോന്നിയിൽ വീട്ടിലെ കോഴിക്കൂട്ടിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഖദീജയുടെ വീട്ടിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് എത്തി പാമ്പിനെ പിടികൂടി. കാസർഗോഡ് ഇരിയയിൽ സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ യാത്രികർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ പരപ്പ സ്വദേശി ശ്രീധരനെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം അഞ്ചലിൽ 15-കാരനെ പീഡിപ്പിച്ച കോൺട്രാക്ടർ പിടിയിൽ. അറസ്റ്റിലായത് അഞ്ചൽ ഏറം സ്വദേശി പ്രദീപ്. ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു. കൊല്ലം പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്ന് KSRTC ബസ് മോഷ്ടിച്ചയാൾ പിടിയിൽ. ഒറ്റക്കൽ സ്വദേശി ബിനീഷാണ് പിടിയിലായത്. പുനലൂർ ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് പ്രതി മോഷ്ടിച്ചത്. പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം ബാലരാമപുരത്ത് വിവിധയിടങ്ങളിൽ ഈ മാസം 22, 23 തീയതികളിൽ ജലവിതരണം മുടങ്ങും. ചുഴാറ്റുകൊട്ട ജലശുദ്ധീകരണശാലയിൽ ശുചീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ സജീവാംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങളുടെ സൗജന്യ കിറ്റിന് അപേക്ഷ ക്ഷണിച്ചു. 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവർക്കാണ് പഠനോപകരണങ്ങൾ നൽകുക. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം. എറണാകുളം തൃപ്പൂണിത്തുറ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ചെങ്ങോലപ്പാടം റെയിൽവേ ഗേറ്റ് ഈ മാസം 23 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. നോക്കാമിന് ദേശീയ വാർത്തകൾ. ചാന്ദിപുര വൈറസ് ഭീതി ഒഴിയാതെ ഗുജറാത്ത്. രോഗലക്ഷണങ്ങളോടെ മരിച്ചവരുടെ എണ്ണം 18ആയി. വൈറസ് വാഹകരായ ഈച്ചകളെ പിടികൂടി പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഉന്നത യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഗുജറാത്ത് മുഖ്യമന്ത്രി. മുംബൈയിൽ ജിം പരിശീലനത്തിനിടെ യുവാവിന് നേരെ ജിം ട്രെയിനറുടെ ആക്രമണം. വ്യായാമം ചെയ്യുന്ന ഉപകരണം കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു. ആക്രമണത്തിനിരയായ 20-കാരന്റെ തലയോട്ടിയിൽ പൊട്ടലുണ്ട്. ജിം ട്രെയിനർ ധരവി നക്കീലിനെ അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലെ ജൽനയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് കിണറ്റിലേക്ക് മറിഞ്ഞ അപകടം. 7 തീർത്ഥാടകർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ആഗ്ര ലക്നൌ എക്സ്പ്രസ് പാതയിൽ കാർ ട്രക്കിൽ ഇടിച്ച് അപകടം. 5 പേർ മരിച്ചു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഡൽഹിയിലെ ഗാന്ധിനഗർ മേഖലയിൽ വ്യവസായിയിൽ നിന്ന് 2 ലക്ഷം രൂപ തട്ടിയെടുത്തു. പ്രതികളിൽ ഒരാൾ പിടിയിൽ. ഒരാൾക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു ഐസ്ക്രീം കടയുടമയ്ക്ക് വെടിയേറ്റു. ബൈക്കിലെത്തിയ അക്രമി കടയുടമയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണം തുടങ്ങി. മണിപ്പൂരിൽ ഭൂചലനം 3.3 തീവ്രത രേഖപ്പെടുത്തി. മണിപ്പൂരിലെ ഉംഗ്രൂളിലാണ് പ്രഭവ കേന്ദ്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി. സംസ്ഥാനത്ത് നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. കർണാടകയിലെ സവനൂരിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് 4 പേർ മരിച്ചു. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. അപകടം ഇന്ന് പുലർച്ചെ. തമിഴ്നാട്ടിൽ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാളി മക്കൾ കക്ഷിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ചെന്നൈ രാജരത്നം സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രതിഷേധം സംസ്ഥാന അധ്യക്ഷൻ അൻപുമണി രാംദാസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര വാർത്തകൾ. UN-ന്റെ കീഴിലുള്ള 2 സ്കൂളുകൾ കൂടി ഇസ്രായേൽ സേന ആക്രമിച്ചു. 60ഓളം പേർ കൊല്ലപ്പെട്ടു. ലെബനനിൽ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചു. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ആക്രമണം നടത്തി യമനിലെ ഹൂതികൾ. സൗരയൂഥത്തിന് പുറത്ത് 6 പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തി നാസ. ഇന്ത്യൻ വംശജ സുനിത വില്യംസും സഹയാത്രികനും മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന പരീക്ഷണം നടത്തി. ചന്ദ്രനിലേക്കുള്ള ദൗത്യം റദ്ദാക്കി നാസ. താൻ അധികാരത്തിലെത്തിയാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൈവിക ഇടപെടലെന്നും പ്രതികരണം.
US പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. പ്രാദേശിക സുരക്ഷ, സാമ്പത്തിക സഹകരണം, സാങ്കേതിക വിദ്യ തുടങ്ങിയവയിൽ സഹകരിക്കാൻ ദക്ഷിണ കൊറിയയും കാനഡയും. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞർ ചർച്ച നടത്തി. ബാഗ്ദാദിന് സമീപമുള്ള ഇറാഖ് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ വെടിമരുന്ന് ഡിപ്പോയിൽ സ്ഫോടനം. 1 മണിക്കൂറിനിടെ ഉണ്ടായത് 2 സ്ഫോടനങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴ. മഴക്കെടുതിയിൽ 40 മരണം, 400 വീടുകൾ ഭാഗികമായി തകർന്നു. ചൈനയിൽ കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്, വ്യാപക മണ്ണിടിച്ചിൽ. ജാഗ്രതാ നിർദ്ദേശവുമായി ചൈനീസ് ഭരണകൂടം. പടിഞ്ഞാറൻ കാനഡയിൽ കാട്ടുതീ പടരുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. തീയണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അഗ്നിരക്ഷാസേന. ഇന്തോനേഷ്യയിലെ ബംഗളൂരു സിറ്റിയിൽ ഭൂചലനം. 5.3 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പ് ഇല്ല. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. പവന് 360 രൂപ കുറഞ്ഞ് 54,520 രൂപയായി. ഗ്രാമിന് 6,815 രൂപ. 2030 ഇന്ത്യക്ക് $50,000 കോടി ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം നടത്താൻ സാധിക്കുമെന്ന് നീതി ആയോഗ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ 60 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 10 കൽക്കരി ഖനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 കൽക്കരി ഖനികൾ ഇടം പിടിച്ചു. സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡിന്റെ ഗ്രബ്രെ, കുസ്മുണ്ട കൽക്കരി ഖനികളാണ് പട്ടികയിൽ ഇടം നേടിയത്. IT സേവന പ്രമുഖരായ ഇൻഫോസിസിന്റെ ഏപ്രിൽ-ജൂൺ പാദത്തിലെ ഏകീകൃത അറ്റാദായത്തിൽ വർധന. അറ്റാദായം 7.1% ഉയർന്ന് 6,368 കോടിയായി. കായിക വാർത്തകൾ. സ്വീഡിഷ് ഓപ്പൺ ടെന്നീസിൽ റഫേൽ നദാൽ സെമിയിൽ. അർജന്റീന താരം മരിയാനോ നവോനിയെ 1-2 സെറ്റിന് തോൽപ്പിച്ചു. ജീക്സൺ സിംഗ് ഇനി ഈസ്റ്റ് ബംഗാൾ താരം. ഔദ്യോഗിക പ്രഖ്യാപനവുമായി കൊൽക്കത്തൻ ക്ലബ്ബ്. 3.3 കോടി രൂപയ്ക്കാണ് ജീക്സനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കിയത്. സ്കോട്ടിഷ് താരം ഗ്രേഗ് സ്റ്റുവർട്ടിനെ സ്വന്തമാക്കി മോഹൻ ബഗാൻ. 1 വർഷത്തെ കരാറിലാണ് താരത്തെ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. 2024-25 സീസണിലേക്കുള്ള ജേഴ്സി പുറത്തിറക്കി ബാഴ്സലോണ. ക്ലബിന്റെ 125-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ജേഴ്സിയാണ് ഇത്തവണ. റയൽ മാഡ്രിഡുമായുള്ള കരാർ പുതുക്കി ലൂക്കാസ് വാസ്ക്വേസ്. 1 സീസണിലേക്ക് കൂടിയാണ് വാസ്ക്വേസ് കരാർ പുതുക്കിയത്. സ്റ്റുവർട്ട് ബ്രോഡിന് ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ ആദരം. ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിലെ ഒരു എൻഡിന് സ്റ്റുവർട്ട് ബ്രോഡിന്റെ പേര് നൽകി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇറങ്ങുന്നതെന്ന് PV സിന്ധു. ഇതിനായി തന്റെ 200% ലക്ഷ്യത്തിനായി നൽകാൻ തയ്യാറെന്ന് PV സിന്ധു. പിയറി എമറിക് ഔബമൊയ്ദോനും സൗദിയിലേക്ക്. ഗാബോൺ താരം സൗദി ക്ലബ്ബ് അൽഗഡ്സിയയുമായി കരാറിലെത്തി. നോക്കാം ഇനി ഫാക്ട് ചെക്ക്. വിസ്കോൺസിനിലെ മാഡിസണിൽ നടന്ന റാലിക്കിടെ US പ്രസിഡന്റ് ജോ ബൈഡൻ കറുത്ത വർഗ്ഗക്കാരിയെ അവഗണിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. എഡിറ്റ് ചെയ്ത ദൃശ്യം ഉപയോഗിച്ചാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത്. നാളത്തെ വാർത്തകൾ. കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ നാളെ മുതൽ 3 ദിവസം പ്രവേശനമില്ല. കനത്ത മഴയെ തുടർന്നാണ് നിയന്ത്രണം. മലപ്പുറം പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെ നടക്കും. അഭിമുഖം രാവിലെ 10-ന് സ്കൂളിൽ. മലപ്പുറം തിരൂരിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരളയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കും. 20-21 തീയതികളിൽ SSM പോളിയിൽ വിദ്യാർത്ഥികൾക്കായാണ് സംസ്ഥാനതല പാലിയേറ്റീവ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്, കോട്ടപ്പുറം PKM ITI എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ ITIയിൽ തൊഴിൽ മേള സംഘടിപ്പിക്കും. നാളെ രാവിലെ 8 മുതൽ 10 വരെയാണ് രജിസ്റ്റർ ചെയ്യാൻ അവസരം. പെരുമ്പാവൂർ അപ്പോളോ അറ്റ്ലസ് ആശുപത്രി, ലയൺസ് ക്ലബ്ബ് ഓഫ് ഒക്കൽ പെരിയാർ,
ഐമുറി തിരുഹൃദയ ദേവാലയം, KCYM യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നാളെ സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9:30 മുതൽ 1 മണിവരെ ഐമുറി പള്ളി പാരിഷ് ഹാളിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജിംനാസ്റ്റിക്സ് ടീം ക്യാപ്റ്റനെ പുറത്താക്കി ജപ്പാൻ. പുകവലിയും മദ്യപാനവും കണ്ടെത്തിയതിനെ തുടർന്നാണ് 19-കാരിയായ ഷോക്കോ മിയാദെ ജപ്പാൻ ടീമിൽ നിന്ന് പുറത്താക്കിയത്. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ICJ വ്യക്തമാക്കി. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.